ഇന്ന് നമ്മൾ പറയുന്നത് കൈൻഡ്സ് ഓഫ് അക്കൗണ്ടിങ് ആണ്. അക്കൗണ്ടിങ്ങിനെ 3 രീതിയിൽ നമ്മൾ അക്കൗണ്ടിങ്ങിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് വരുന്നുണ്ട്, അതുപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ് വരുന്നുണ്ട്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ പഠിക്കുന്നത് ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക്സ് മാത്രമാണ്. നമ്മൾ ഈ ഓപ്പൺ കോഴ്സായിട്ട് പറയുന്ന ബേസിക് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക്സ് മാത്രമാണ് നമ്മൾ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ കൈൻഡ്സ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഈ കോസ്റ്റ് അക്കൗണ്ടിങ്ങും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും ചെറിയ രൂപത്തിൽ നമുക്കൊന്ന് എന്താണ് എന്നൊന്ന് അറിഞ്ഞിട്ട് നമ്മളൊന്ന് പോകണം. അപ്പോൾ ഈ കൈൻഡ്സ് ഓഫ് അക്കൗണ്ടിങ്, ഈ 3 അക്കൗണ്ടിങ്ങിനെ കുറിച്ചിട്ടും ചെറിയ രൂപത്തിലൊന്ന് നമ്മളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ വരുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് തന്നെയാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനേഷനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് നമുക്ക് പറഞ്ഞത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഈസ് ബേസ്ഡ് ഓൺ സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഓഫ് എനി ബിസിനസ് അക്കോർഡിംഗ് ടു ദി അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് നമുക്ക് വരുന്നുണ്ട്. അക്കൗണ്ടിങ്ങിന് കുറച്ച് പ്രിൻസിപ്പിൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൻ്റെ ബേസിൽ ചെയ്യുന്ന അക്കൗണ്ടിങ്ങിനാണ് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ടു കാൽക്കുലേറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ദി ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് എന്താണ്, ലോസ് എന്താണ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കിനി അടുത്തത് കോസ്റ്റ് അക്കൗണ്ടിങ് നോക്കാം. കോസ്റ്റ് അക്കൗണ്ടിങ്ങും അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും ഒക്കെ എന്താ എന്ന് മാത്രം നമ്മൾ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് പറയുന്നത്, കോസ്റ്റ് അക്കൗണ്ടിങ് ഡീൽസ് വിത്ത് ഇവാലുവേറ്റിംഗ് ദി കോസ്റ്റ് ഓഫ് എ പ്രൊഡക്റ്റ് ഓർ സർവീസ് ഓഫേർഡ്. അതായത് നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ, നമ്മളിപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മളൊരു ബിസിനസ്സിൻ്റെ ടോട്ടൽ പ്രോഫിറ്റ് എന്താണ്, അല്ലെങ്കിൽ അത് ലോസ് ആണോ, ടോട്ടൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, അങ്ങനെ നമ്മൾ ചെയ്യുന്നതാണ്. നമ്മൾ ഓരോ പ്രൊഡക്റ്റ് ഇൻഡിവിജ്വലി നമ്മൾ എന്ത് ചെയ്യുന്നില്ല. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ എത്ര ചിലവ് വന്നു, ആ ഒരു പ്രൊഡക്റ്റിന് എത്ര ലാഭം കിട്ടി, അങ്ങനെയൊന്നും നമ്മൾ നോക്കുന്നില്ല. ടോട്ടൽ പ്രൊഡക്റ്റുകൾക്ക് നമ്മൾ ഓഫർ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ ഈ ബിസിനസ്സിൽ നമ്മൾ സെയിൽ ചെയ്യുന്ന, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ടോട്ടൽ എത്ര എക്സ്പെൻസ് വന്നു, ടോട്ടൽ എത്ര സെയിൽസ് വന്നു, ടോട്ടൽ എത്ര ഇൻകം കിട്ടി, ടോട്ടൽ എത്ര എക്സ്പെൻസ് കിട്ടി, ഇങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ചെയ്യുന്നത്. എന്നാൽ കോസ്റ്റ് അക്കൗണ്ടിങ് ആണ് എന്നുണ്ടെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ ഓരോ പ്രൊഡക്റ്റും അതിനെത്ര എക്സ്പെൻസ് വന്നു, അതിനെത്ര മറ്റ് എക്സ്പെൻസുകൾ, ഓവർഹെഡ് എക്സ്പെൻസുകൾ അതിനെത്ര വന്നു, അതിനെത്ര ലാഭം കിട്ടി എന്നുള്ള ഓരോ ഇൻഡിവിജ്വൽ ഐറ്റത്തിലേക്ക് നോക്കുന്നതാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് ആണെങ്കിൽ നമുക്ക് പ്രോഫിറ്റബിൾ അല്ലാത്ത പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ അനലൈസ് ചെയ്യുക, അതിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമുക്കത് ഒഴിവാക്കുകയൊക്കെ ചെയ്യാം. കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് മാത്രം നിലനിർത്തിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഓരോ പ്രൊഡക്റ്റിനും സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുക, അല്ലെങ്കിൽ കോസ്റ്റ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടിങ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ എഫിഷ്യൻസിയും അതുപോലെ തന്നെ ഈ നോൺ മോണിറ്ററി ഐറ്റംസും നമ്മൾ പരിഗണിക്കാറില്ല. എന്നാൽ ഈ നോൺ മോണിറ്ററി ഐറ്റംസ് പോലുള്ള എഫിഷ്യൻസി പോലുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ട് ചെയ്യുന്ന അക്കൗണ്ടിങ് ആണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പ്രധാനമായിട്ടും എന്തിനു വേണ്ടിയിട്ടാണ്, മേക്കിംഗ് ഡിസിഷൻസ് ആൻഡ് കൺട്രോളിങ് ദി വേരിയസ് ആക്ടിവിറ്റീസ് ഓഫ് ദി ബിസിനസ്. പ്രധാനമായിട്ടും അത് തന്നെയാണ് ഡിസിഷൻ. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റ്, അക്കൗണ്ടിങ് പ്രിപ്പയർഡ് ഫോർ മാനേജ്മെൻറ്റിന് എന്തിനു വേണ്ടിയിട്ടാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ്, അവർക്ക് ഇനി ഫ്യൂച്ചറിലേക്കുള്ള ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫ്യൂച്ചർ ഡിസിഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ് ആണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കാം. ആദ്യം പറയുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് നമ്മളൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഉദ്ദേശം, അല്ലെങ്കിൽ അത് ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണെന്നുണ്ടെങ്കിൽ മാനേജേഴ്സിന് പ്ലാൻ ചെയ്യാനും മാനേജേഴ്സിന് പോളിസി ചെയ്യാനും വേണ്ടിയിട്ടൊക്കെ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് കമ്പൽസറി ആണ്, എന്നാൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് കമ്പൽസറി അല്ല. കമ്പൽസറി ആണെന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഒരു സ്ഥാപനത്തിൽ ഉണ്ടാക്കൽ നിർബന്ധമാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ചെയ്യുക എന്ന് പറയുന്നത് കമ്പൽസറി ആയിട്ടുള്ള കാര്യം, നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ്. എന്നാൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഓപ്ഷണലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി.
പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ മോണിറ്ററി ഇൻഫർമേഷൻസ് മാത്രമേ വരുള്ളൂ. എന്നാൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ മോണിറ്ററി ഇൻഫർമേഷൻസ് വരും, നോൺ മോണിറ്ററി വരും. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഈ ലിമിറ്റേഷൻസിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓവർകം ചെയ്തുകൊണ്ടാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് വരുന്നത്. ഇനി പറയുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ യൂസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. നമുക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള പ്രോഫിറ്റ് ലോസ് എത്ര എന്നുള്ള അറിയണം. അതുപോലെ തന്നെ ഇൻട്രസ്റ്റഡ് പാർട്ടീസിന് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കാണിച്ചു കൊടുക്കുകയും വേണം. എന്നാൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻറ്റേർണൽ പർപ്പസിന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്നത്. ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ കാര്യങ്ങൾ നമ്മൾ പുറത്ത് പറയുന്നില്ല. അത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മൾ ബിസിനസ് കൂടുതൽ എഫക്റ്റീവായിട്ട് മുന്നോട്ട് പോകണം. ബിസിനസ് എഫക്റ്റീവായിട്ട് രീതിയിൽ മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കുക, അതുപോലെ തന്നെ ഇവിടെയൊക്കെ കൂടുതൽ എക്സ്പെൻസുകൾ വരുന്നുണ്ടോ ആ എക്സ്പെൻസുകളൊക്കെ നമുക്ക് ഒഴിവാക്കുക, കോസ്റ്റ് കൺട്രോള്, കോസ്റ്റ് റിഡക്ഷന്, കോസ്റ്റ് മിനിമം ലെവലിൽ കോസ്റ്റ് കൊണ്ടുവരിക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണല്ലോ. അപ്പോൾ അതൊക്കെ കണ്ടെത്തുക, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ എങ്ങനെയൊക്കെ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന അക്കൗണ്ട്സ് ആണ് നമ്മൾ മാനേജ്മെൻറ്റ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇൻറ്റേർണൽ പർപ്പസാണ്. ഞാൻ പറഞ്ഞ മാനേജേഴ്സിന്, ഒരു സ്ഥാപനത്തിന് മാനേജ്മെൻറ്റിന് അവർക്ക് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി ഉണ്ടാക്കുന്ന അക്കൗണ്ട്സ് ആണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ആ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൻ്റെ ബേസിലാണ് അത് ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിന് സ്പെസിഫൈഡ് ഫോർമാറ്റുകളൊക്കെ ഉണ്ട്. ആ ഫോർമാറ്റിൻ്റെ ബേസിലൊക്കെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമുക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. എന്നാൽ പിന്നെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് അങ്ങനെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസോ അങ്ങനെ സ്പെസിഫിക് ഫോർമാറ്റുകളോ അങ്ങനത്തെ സംഗതികളൊന്നും ഇല്ല. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു പീരീഡിൻ്റെ എൻഡിലാണ്. ഈ നമ്മൾ അക്കൗണ്ട്സ് പീരീഡ് എന്ന് പറയുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ഇങ്ങനെയാണ് അതിൻ്റെ അക്കൗണ്ടിങ് പീരീഡ് പോകുന്നത്. അക്കൗണ്ടിങ് പീരീഡ് പറഞ്ഞാൽ ഒരു 1 ഏപ്രിൽ മുതൽ പിന്നെ വരുന്ന 31 മാർച്ച് വരെ, അതാണ് അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മാർച്ച് 31 ശേഷം ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള പീരീഡിലെ അക്കൗണ്ട്സ് ആണ് നമ്മൾ സാധാരണ പ്രിപ്പയർ ചെയ്യുക. ഓരോ വർഷത്തിലും അത് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്, കമ്പൽസറി ആണ്. അപ്പോൾ ഓരോ അക്കൗണ്ടിങ് പീരീഡിൻ്റെയും എൻഡിലാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. എന്നാൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ടൈമൊന്നുമില്ല. എപ്പോഴാണോ ഒരു സ്ഥാപനത്തിന് എന്തെങ്കിലും ആവശ്യമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസിഷൻ മേക്കിംഗ് ആയിട്ട് ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നത് ആ സമയത്താണ് അവരത് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ത് ചെയ്യേണ്ടതുണ്ട്, നിർബന്ധമായിട്ടും പബ്ലിഷ് ചെയ്യണം, നിർബന്ധമായിട്ടും ഓഡിറ്റ് ചെയ്യണം. എന്നാൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണെന്നുണ്ടെങ്കിൽ ഓഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അതുപോലെ തന്നെ പബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസസ്. ഓക്കെ.